വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കുഞ്ഞുമോന് ഇനി വെയിലും മഴയും കൊള്ളാതെ ലോട്ടറി വിൽപ്പന നടത്താം. കാഴ്ചവൈകല്യത്തെ അവഗണിച്ച വാർദ്ധക്യത്തിലും ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന എങ്കക്കാട് സ്വദേശിയായ കുഞ്ഞുമോന് വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബാണ് ലോട്ടറി കട നിർമ്മിച്ചു നൽകിയത്. കാഴ്ച വൈകല്യമുള്ള കുഞ്ഞുമോൻ പതിറ്റാണ്ടുകളായി എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ലോട്ടറി ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തി വന്നിരുന്നത്. അടുത്തിടെ കുഞ്ഞുമോനെ കബളിപ്പിച്ച് 50ഓളം ടിക്കറ്റുകൾ സാമൂഹ്യ വിരുദ്ധർ തട്ടിയെടുത്തത് നാടിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരനായ കുഞ്ഞുമോന്റെ കയ്യിലെ ലോട്ടറി ടിക്കറ്റുകളിലേക്ക് പഴയ ടിക്കറ്റുകൾ തിരികെ കയറ്റിയായിരുന്നു കബളിപ്പിച്ചത്. കണ്ണില്ലാത്ത ഈ ക്രൂരത VCV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് വടക്കാഞ്ചേരിയിലെ വ്യാപാര വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള പലരും സഹായഹസ്തവുമായി രംഗത്തെത്തിയിരുന്നു. പ്രായമേറി വരുന്ന സാഹചര്യത്തിൽ കാറ്റും മഴയും വെയിലും കൊണ്ട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് അപകടകരമായ സാഹചര്യത്തിൽ എത്ര കാലം ലോട്ടറി വിൽപ്പനയുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കുമെന്ന ആദിയിലായിരുന്നു കുഞ്ഞുമോൻ. ചെറിയ ഒരു പെട്ടിക്കട കിട്ടിയാൽ അതിൽ ഒതുങ്ങിക്കൂടാമെന്നതായിരുന്നു കുഞ്ഞുമോന്റെ ആഗ്രഹം. ഈ ആഗ്രഹം കൗൺസിലറും സാമൂഹ്യ പ്രവർത്തകനുമായ വൈശാഖ് നാരായണ സ്വാമിയിലൂടെ വടക്കാഞ്ചേരി റോട്ടറി ക്ലബിന് അപേക്ഷയെത്തുകയും കുഞ്ഞുമോന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ കുടുംബാംഗങ്ങൾ ഐക്യകണ്ഠേന കുഞ്ഞുമോന് വേണ്ടി പെട്ടിക്കട നൽകുവാൻ തയ്യാറാവുകയുമായിരുന്നു. തിങ്കളാഴ്ച രാവിലെ വാഴാനി റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം ആരംഭിച്ച പെട്ടിക്കടയുടെ ഉദ്ഘാടനം റോട്ടറി ക്ലബ് പ്രസിഡന്റ് V. സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നാടമുറിച്ച് നിർവഹിച്ചു. റോട്ടറി ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ ഹരീന്ദ്രനാഥ് കുഞ്ഞുമോന് കടയുടെ താക്കോൽ കൈമാറി. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ VN വൈശാഖ് അജിത് കുമാർ മല്ലയ്യയ്ക്ക് ബമ്പർ ടിക്കറ്റ് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. റോട്ടറേറിയന്മാരായ PN രാജൻ, ജോൺസൺ മാസ്റ്റർ, ഹരികിരൺ, വത്സൻ, സുരേഷ്, ഗോപാലകൃഷ്ണൻ, ജോമോൻ, സജിത്, ഡോക്ടർ പ്രഭാകരൻ, മാർട്ടിൻ, റോട്ടറി ക്ലബ് വടക്കാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി PN ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലും ക്ഷമിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വേദനാജനകമായ ഒരു കാര്യം ഉണ്ടായി. കാരണം ഈ കണ്ണില്ലാത്ത മനുഷ്യനെ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ ഒരാൾ പ്രവർത്തിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു 50ഓളം ലോട്ടറി ഒരു ലോട്ടറി വേണമെന്ന് പറഞ്ഞ് വന്നിട്ട് 50ഓളം ലോട്ടറി അദ്ദേഹത്തെ പറ്റിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ കുഞ്ഞുമോനെ സംബന്ധിച്ച് ഏറെ വേദനാജനകം. ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ തട്ടിയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ 50 ലോട്ടറി പോയതിലല്ല എനിക്ക് വിഷമം, അത് 10-2000 രൂപ പോവും, അതല്ല എനിക്ക് വിഷമം. പക്ഷേ എനിക്ക് വന്ന വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ അറിയാതെ ഈ 50 ലോട്ടറിയിൽ നിന്ന് ഒരു 5-6 ലോട്ടറി പല ആൾക്കാർക്ക് കൊടുത്തു. അവരെന്നെ എന്ത് തെറ്റിദ്ധരിക്കും, ഞാൻ അവരെ ചതിച്ചല്ലോ എന്നുള്ളൊരു വിഷമമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു 2000 രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ആൾ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, എനിക്കിത് പൊതുജനങ്ങളെ അറിയണം, മാത്രമല്ല എൻ്റെ അടുത്ത് നിന്ന് എടുത്ത ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കരുത്, അത് കാരണം ഇതൊന്ന് മാധ്യമങ്ങളിൽ എത്തണം. VCV ന്യൂസ്, വടക്കാഞ്ചേരി.